التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صفيه وخليله، صلوات الله وسلامه وبركاته عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് അവൻ്റെ മസ്ജിദുകളിൽപ്പെട്ട ഒരു മസ്ജിദിൽ അള്ളാഹുവിൻ്റെ ദീൻ കേൾക്കാനും പഠിക്കാനും മാറിയിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഈ സന്ദർഭത്തിൽ ഈ സദസ്സിൻ്റെ ആമുഖം എന്നോണം ഈ സദസ്സിൻ്റെ ശ്രേഷ്ഠതകൾ, അതുപോലെ തന്നെ ഈ സദസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കൂടിയിരുത്തം നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ സഹാബി സ്വഫ്വാൻ ഇബ്നു ഹസ്സാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്, അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ മുത്തകിഉൻ ഫിൽ മസ്ജിദ് അലാ ബുർദിൻ ലഹു അഹ്മർ. ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നപ്പോൾ അവിടുന്ന് മസ്ജിദിൽ ഒരു ചുവന്ന വസ്ത്രം ധരിച്ച് ചാരിയിരിക്കുകയായിരുന്നു. ഫഖുൽതു യാ റസൂലല്ലാഹ് ഇന്നി ജിഅ്തു അത്ലുബുൽ ഇൽമ. അങ്ങനെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ താങ്കളിലേക്ക് വന്നത് ഇൽമ അന്വേഷിക്കാനാണ്, അറിവ് പഠിക്കാനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർഹബൻ ബിതാലിബിൽ ഇൽം. ഇൽമ അന്വേഷിച്ചു വന്ന വിദ്യാർത്ഥിക്ക് സ്വാഗതം. നോക്കൂ, ദീനിന്റെ കാര്യത്തിൽ അറിവ് അന്വേഷിച്ച് അത് പഠിക്കാൻ വേണ്ടി വന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കു നോക്കൂ, മർഹബൻ ബിതാലിബിൽ ഇൽം. ഇൽമ അന്വേഷിച്ചു വരുന്ന വിദ്യാർത്ഥിക്ക് സ്വാഗതം. ഈ ഒരു സ്വാഗതം, ഈ ഒരു ആശംസ യഥാർത്ഥത്തിൽ സ്വഫ്വാൻ ഇബ്നു ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ചുരുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണോ? അല്ല. ദീൻ പഠിക്കാൻ, അത് അന്വേഷിക്കാൻ മുന്നിട്ട് വരുന്നവർക്കെല്ലാമുള്ള അള്ളാഹുവിൻ്റെ റസൂലിന്റെ വാക്കാണ് മർഹബൻ ബിതാലിബിൽ ഇൽം. ഇൽമ അന്വേഷിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. അള്ളാഹുവിൻ്റെ റസൂലിന്റെ ആ ആശംസ പറഞ്ഞ്, സ്വാഗതം പറഞ്ഞ് ഈ മജ്ലിസിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന ത്വാലിബൽ ഇൽമി ലതഹുഫുൽ മലായിക. ഇൽമ അന്വേഷിച്ചു വരുന്ന, അത് പഠിക്കാൻ വേണ്ടി, അത് കേൾക്കാൻ വേണ്ടി മസ്ജിദിൽ കൂടിയിരിക്കുന്ന ആളുകൾ, അവരെ മലക്കുകൾ പൊതിയും.
وتظله بأجنحتها മലക്കുകൾക്ക് ചിറകുകളുണ്ട്. ആ ചിറകുകളാൽ ആ അറിവ് പഠിക്കുന്നത് കേട്ട് മസ്ജിദിലിരിക്കുന്ന ആളുകളെ അവർക്ക് മലക്കുകൾ അവരുടെ ചിറകുകൾ കൊണ്ട് തണലൊരുക്കും. ثم يركب بعضهم بعضا حتى يبلغ السماء الدنيا من حبهم لما يطلب. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കുന്ന ആ വിദ്യാർത്ഥികൾ, അതന്വേഷിച്ചു വന്ന ആളുകൾ, അവരോടുള്ള സ്നേഹം കാരണം അവർക്ക് മേൽക്കുമേലായി മലക്കുകൾ ഒന്നാനാകേശം വരെ അവർ ഉയർന്ന് അതിൻ്റെ മേൽ തട്ടുതട്ടായി അവരുടെ മേൽ നിലകൊള്ളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക. ഇത് ഇമാം അൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹം ഹസൻ എന്ന് വിലയിരുത്തിയ ഹദീസാണ്. അപ്പോൾ ദീൻ പഠിക്കുന്ന ആളുകൾക്കുള്ള ശ്രദ്ധത, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ മസ്ജിദിൽ ദീൻ പഠിക്കാൻ വേണ്ടി മാറിയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അമൂല്യമായ നിധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഏതാണ്? അള്ളാഹുവിന്റെ മസ്ജിദുകളാണ്. ആ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മസ്ജിദിൽ വെച്ച് പ്രവർത്തിക്കപ്പെടുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ ദീൻ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കൂടിയിരിക്കുക എന്നുള്ളത്. ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമജ്തമഅ ഖൗമുൻ ഫി ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും. അള്ളാഹുവിന്റെ ഇതുപോലുള്ള ഭവനങ്ങളിൽ കുറച്ചാളുകൾ കൂടിയിരുന്ന് അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുകയും അവർക്കിടയിൽ അത് പരസ്പരം ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പഠിക്കുകയും ചെയ്താൽ ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന, അവർക്ക് സമാധാനം ഇറങ്ങും. ഒന്നാമത്തെ നേട്ടം അതാണ്. നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ച് സത്യസന്ധമായാണ് ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് എങ്കിൽ ഇൻഷാ അള്ളാഹ് ബിഇസ്നില്ലാഹ് ഈ മജ്ലിസ് കഴിഞ്ഞു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ സമാധാനം നമുക്ക് ആസ്വദിച്ചറിയാൻ സാധിക്കും ഇൻഷാ അള്ളാഹ്. പിന്നെ ആളുകൾ ഈ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നെട്ടോട്ട് ഓടുന്നത്. എവിടെയാണ് ഈ സമാധാനം ലഭിക്കുക? ഹറാമിലാണ് ലഭിക്കുക, അത് മ്യൂസിക്കിലാണ് ലഭിക്കുക, അത് സിനിമയിലാണ് ലഭിക്കുക, എവിടെയാണ് ലഹരിയിലാണോ ലഭിക്കുക, എവിടെയാണോ ഇത് ലഭിക്കുന്നത് എന്നറിയുന്നത് അവിടേക്ക് ജനങ്ങൾ പോവാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ സമാധാനം ലഭിക്കുന്ന കാര്യങ്ങളാണോ? അല്ല. എന്നാൽ യഥാർത്ഥത്തിൽ മനസ്സമാധാനം ലഭിക്കുന്ന കാര്യങ്ങൾ എവിടെയാണ്? ഇവിടെയാണ്, ഇതുപോലെയുള്ള സദസ്സുകളിലാണ്. വഗശ്യത്ഹുമുർ റഹ്മ, നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇതുപോലെ ഇരിക്കുന്ന ആളുകൾക്ക് മേൽ അള്ളാഹു വർഷിക്കും. അതുപോലെ തന്നെ വഹഫത്ഹുമുൽ മലായിക, മലക്കുകൾ അവരെ പൊതിയും. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു അവന്റെ മുഖറബീങ്ങളായ മലക്കുകൾക്കിടയിൽ ഈ പറഞ്ഞ ദീൻ പഠിക്കാൻ വേണ്ടി മാറിയിരിക്കുന്ന ആളുകളെ പുകഴ്ത്തി പറഞ്ഞു. നോക്കണം നിങ്ങൾ, ആരാണ് നമ്മളൊക്കെ? അള്ളാഹുവിന്റെ അടിമകളിൽ നിസ്സാരരായ നമ്മൾ അവനെ, ആ നിസ്സാരരായ നമ്മളെ മലിക്കുൽ ജബ്ബാറായ അള്ളാഹു അവന്റെ മുഖറബീങ്ങളായ മലക്കുകൾക്കിടയിൽ പുകഴ്ത്തി പറയുന്ന എത്ര വലിയ ശ്രേഷ്ഠതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരം സദസ്സുകൾ വിലമതിക്കാനാകാത്ത അമൂല്യമായ നിധിയാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇത്തരം സദസ്സുകൾ ആകാശബന്ധിതമാണ്. രണ്ട് കാരണങ്ങളെ. ഒന്ന്, ഇവിടെ പറയുന്നത് ഖാല അല്ലാഹ്, അള്ളാഹു പറഞ്ഞിരിക്കും.
ഖാല റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും വഹ്യാണ്. വഹി എവിടെ നിന്ന് അവതരിച്ചതാ? ആകാശത്ത് നിന്ന് അവതരിച്ചതാ. ഈ സദസ്സുകളിൽ അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ സന്നിധി, അവരുടെ ഹാജർ, അവരുടെ സാന്നിധ്യം, അത് പ്രതീക്ഷിക്കപ്പെടാവുന്ന സദസ്സാണ്. മലക്കുകൾ ആകാശലോകത്തുള്ളവരാണ്. ഇത്തരം സദസ്സുകൾ, അതിനെ പകരം വെക്കാൻ വേറൊരു സദസ്സുമില്ല. ആകാശബന്ധിതമായ സദസ്സുകൾ. ഇങ്ങനെ നമ്മൾ വന്നിരിക്കുമ്പോൾ ഒരുപാട് പ്രതിഫലം നമുക്ക് ലഭിക്കും. ഈ പ്രതിഫലമൊക്കെ നമുക്ക് ഇന്ന് വന്ന് ആ പ്രതിഫലം നേടിയെടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ആ പ്രതിഫലം നേടിയെടുത്ത് നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ നമുക്ക് നിയ്യത്തുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ രാവിലെ വന്ന് ഏകദേശം മഗ്‌രിബ് വരെ ഇവിടെ തുടർന്നിരിക്കുക, നമുക്ക് മടുപ്പുണ്ടാവും. സ്വാഭാവികമാണ്, മടുപ്പുണ്ടാകും. ചിലപ്പോൾ ഈ ഒരു സദസ്സ് നമുക്ക് ഭാരമായി തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മടുപ്പും അതുപോലെ തന്നെ ഇതൊരു ഭാരമാകാതിരിക്കാനും ഈ സദസ്സുകളുടെ പ്രത്യേകതകൾ, ഫളലുകൾ അത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അനിവാര്യമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു കാന ലഹു കഅജ്രി ഹാജ്ജിൻ താമതൻ ഹജ്ജതുഹു. ഒരാൾ പള്ളിയിലേക്ക് നേരത്തെ വരിക, ആ പള്ളിയിലേക്ക് നേരത്തെ അവൻ വരുമ്പോൾ അവന്റെ ഉദ്ദേശം എന്താണ്? ഒന്നല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് എന്തെങ്കിലും ഖൈർ പഠിച്ചു മനസ്സിലാക്കണം, അതല്ലെങ്കിൽ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം. ഈ ഉദ്ദേശത്തിലാണ് പള്ളിയിലേക്ക് വരുന്നത് എങ്കിൽ അവന്റെ പ്രതിഫലം എന്താ? പരിപൂർണമായ ഹജ്ജിന്റെ പ്രതിഫലം ഉണ്ട് എന്നാണ് പറഞ്ഞത്. നോക്കൂ, നമ്മുടെ നിയ്യത്ത് നമ്മൾ ശരിയാക്കുകയാണ് എങ്കിൽ ഈ ഒരു ഇരുത്തം കൊണ്ട് നമുക്ക് ഹജ്ജിന്റെ പരിപൂർണമായ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ നിയ്യത്ത് വെക്കുക. ഇങ്ങനെ മസ്ജിദിൽ വന്ന് ദീനിന്റെ കാര്യങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളത് ദുനിയാവിലെ മറ്റ് വിഭവങ്ങളെക്കാളെല്ലാം ഉത്തമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ സഹാബികൾ മദീനത്തെ പള്ളിയുടെ തിണ്ണയിലിരുന്ന് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, അയ്യുക്കും യുഹിബ്ബു അൻ യഗ്ദുവ കുല്ല യൗമിൻ ഇലാ ബുത്ഹാന ഔ ഇലൽ അഖീഖി ഫയഅതി മിൻഹു ബിനാഖതൈൻ കൗമാവൈൻ ഫീ ഗൈരി ഇസ്മിൻ വലാ ഖത്ഇ റഹിം. മദീനയിലുള്ള രണ്ട് താഴ്വരകളാണ് ബുത്ഹാന, അഖീഖ് എന്ന താഴ്വരകൾ. ഈ താഴ്വരകളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടെ വെച്ചാണ് ഏറ്റവും വിലപിടിപ്പുള്ള ഒട്ടകങ്ങൾ കച്ചവടം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് ഇഷ്ടപ്പെടാത്തത് ഈ പറഞ്ഞ രണ്ട് താഴ്വരകളിലേക്ക് രാവിലെ തന്നെ പോയി ഒരു പ്രയാസവും ഒരു അധ്വാനവും ഒരു തർക്കവും കുടുംബബന്ധം മുറിക്കലുമില്ലാതെ കൊഴുത്തുതടിച്ച രണ്ട് ഒട്ടകങ്ങളെ കരസ്ഥമാക്കി തിരിച്ചു വരിക എന്നുള്ളത് നിങ്ങളിൽ ആരാണ് കൊതിക്കാത്തവരായി ഉള്ളത്? അപ്പൊ സഹാബികൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ ആരും കൊതിക്കാത്തവരായില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണ്, ആഗ്രഹമുള്ള കാര്യമാണ്. എങ്കിൽ അതിനേക്കാൾ ഖൈറായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണത്? നിങ്ങൾ നേരത്തെ മസ്ജിദിലേക്ക് പോയി ഒരു ആയത്ത് പഠിക്കുക. അത് നിങ്ങൾക്ക് തടിച്ചു കൊഴുത്ത ഒരു ഒട്ടകത്തിനേക്കാൾ ഉത്തമമായതാണ്. അതല്ലെങ്കിൽ രണ്ട് ആയത്തുകൾ പഠിക്കുക. തടിച്ചു കൊഴുത്ത രണ്ട് ഒട്ടകങ്ങൾ കരസ്ഥമാക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറായത് അതാണ്. 3 or 4 ആയത്തുകൾ നിങ്ങൾ പഠിക്കുക. തടിച്ചു കൊഴുത്ത ഒരുപാട് ഒട്ടകങ്ങൾ അതിനെ കരസ്ഥമാക്കുന്നതിനേക്കാൾ ഖൈറായത് നിങ്ങൾക്കതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അവിടെ പറഞ്ഞു വെച്ചത് എന്താണ്?
ദുനിയാവിലെ വിലപിടിപ്പുള്ള വളരെ വലിയ മൂല്യമുള്ള സമ്പാദ്യത്തിനേക്കാളെല്ലാം ഖൈറാണ് മസ്ജിദിൽ വന്ന് എന്തെങ്കിലും ദീനിന്റെ കാര്യം കേട്ടുപഠിച്ച് പോകാൻ സാധിക്കുക എന്നുള്ളത്. ഇനി മസ്ജിദിൽ സമയം ചെലവഴിക്കുന്നതിന് തന്നെ ധാരാളം ശ്രദ്ധകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മസ്ജിദിൽ ഇരിക്കണം, നമുക്ക് നിസ്കാരം കടന്നു വരും. ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്ന സന്ദർഭം നമുക്ക് വരും. കൂടുതൽ ശ്രദ്ധ വർദ്ധിക്കാണ് ചെയ്യുന്നത്. നമ്മളിപ്പീ പറഞ്ഞ ഹദീസൊക്കെ എന്തിന്റെ ഹദീസാണ്? പള്ളിയിൽ ഇരുന്ന് ദീൻ കേൾക്കുന്നതിന്റെ ശ്രദ്ധ വിവരിക്കുന്ന ഹദീസാണ്. എന്നാൽ പള്ളിയിൽ കേവലം ഒരു നിസ്കാരം പ്രതീക്ഷിച്ച്, ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. അപ്പൊ അതുകൂടി നമുക്ക് ഒരുമിച്ച് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഫള് കൂടി നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇദാ തതഹറ الرجل ثم مر الى المسجد يضع الصلاه كالقانت ويكتب من المصلين من حين يخرج من بيته حتى يرجع. ഒരുവൻ വീട്ടിൽ നിന്ന് ശുദ്ധിയായി പള്ളിയിലേക്ക് വന്നു. അവൻ നിസ്കാരം കാത്തിരിക്കുകയാണ്. ആ നിസ്കാരം കാത്തിരിക്കുന്ന സമയമത്രയും അവൻ നിസ്കാരത്തിൽ ആയിരിക്കുന്നത് പോലെയാണ്. അല്ലെ, നമ്മളിപ്പോ ഇവിടെ നിസ്കാരം പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു നിയ്യത്ത് നമുക്ക് വേണം. ളുഹർ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നു, ളുഹർ കഴിഞ്ഞാൽ അസർ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഈ പ്രതീക്ഷിക്കുന്ന സമയമത്രയും നമ്മൾ നിസ്കാരത്തിൽ തന്നെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവന്റെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിച്ച ആളുകളുടെ രേഖയിൽ ഉൾപ്പെടുത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ നോക്കൂ നിങ്ങൾ, ഫൈദാ സല്ല ലം തസലിൽ മലായികതു തുസല്ലി അലൈഹി മാ ദാമ ഫി മുസല്ല. ഒരുവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് അടുത്തൊരു നിസ്കാരം അതിന് പ്രതീക്ഷിച്ച് അവൻ ഇരിക്കുന്നത് വരെ മലക്കുകൾ അവന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അല്ലാഹുമ്മ സല്ലി അലൈഹി, അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുവേ ഇവന് പുറത്തു കൊടുക്കണേ, ഇവന് നീ കരുണ കാണിക്കണേ എന്നിങ്ങനെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഇത്തരം മസ്ജിദുകളിലെ സദസ്സുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പാണ്. ഇത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും അവന്റെ റസൂലിനെയും സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സദസ്സുകൾ റൗദത്തുൻ മിൻ റിയാദിൽ ജന്നയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ മറർതും ബിരിയാദിൽ ജന്നതി ഫർതഹു, നിങ്ങൾ സ്വർഗത്തിന്റെ ഒരു തോട്ടത്തിന്റെ അരികിലൂടെ നടന്നുപോയാൽ നിങ്ങൾ പരമാവധി അതിൽ കയറി നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. സ്വഹാബികൾ ചോദിച്ചു, എവിടെയാണ് ദുനിയാവിൽ സ്വർഗത്തിലെ പൂന്തോട്ടമായിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിലഖുദ് ദിക്ർ, അത് ദിക്റിന്റെ സദസ്സുകളാണ്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ദീനിന്റെ അഹ്കാമുകളെയും കുറിച്ച് സംസാരിക്കപ്പെടുന്ന സദസ്സുകളാണ് റൗദത്തുൽ ജന്ന, റിയാദുൽ ജന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അദ്ദേഹം താബിഈയായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, മജ്ലിസുൻ യതഅല്ലമു ഫീഹി അൽ അബ്ദു അൽ ഹലാല വൽ ഹറാമ മിൻ ദിക്രില്ലാഹ്, ഒരുവൻ ഹലാലും ഹറാമും പഠിക്കുന്ന മജ്ലിസുകൾ അഥവാ ദീനിന്റെ അഹ്കാമുകൾ പഠിക്കുന്ന മജ്ലിസുകൾ അത് അല്ലാഹുവിന്റെ ദിക്റിൽപ്പെട്ട കാര്യമാണ് എന്ന് അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും.
ഇനി നോക്കൂ, ഇത്തരം സദസ്സുകൾ ഒരു ശ്രേഷ്ഠതകളൊന്നും നോക്കൂ. നമ്മൾ ചുരുങ്ങിയത് ഈ ഒരു മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ ഒരുപാട് തവണ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നമ്മൾ കേൾക്കും. എത്ര തവണയാണ് ഇത്തരം സദസ്സുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുക? ഒരുപാട് തവണ കേൾക്കും. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോഴെല്ലാം നമ്മൾ സ്വലാത്തു ചൊല്ലുകയാണെങ്കിൽ ആ സ്വലാത്തു ചൊല്ലിയതിന്റെ ഫضല് മാത്രം എത്രത്തോളം ഉണ്ടായിരിക്കും, അത് മാത്രം നമ്മൾ എടുത്തു വെക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോഴെല്ലാം നമ്മൾ സ്വലാത്തു ചൊല്ലി, വേറെ ഒന്നും നമ്മൾ കേട്ട് പഠിക്കൊന്നും ചെയ്തിട്ടില്ല. അതുമാത്രമാണെങ്കിൽ പോലും എത്ര ഫضല് നമുക്ക് ലഭിക്കും, എത്ര ശ്രേഷ്ഠത, എത്ര പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. മൻ സല്ല അലയ്യ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. എന്റെ മേൽ ഒരുവൻ ഒരു സ്വലാത്തു ചൊല്ലിയാൽ അവന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 സ്വലാത്തു ചൊല്ലുന്ന. അപ്പൊ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോഴൊക്കെ സ്വലാത്തു ചൊല്ലിയാൽ വലിയ ശ്രേഷ്ഠതയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു കാര്യമാണ്, മസ്ജിദിൽ ദീൻ പഠിക്കാൻ വേണ്ടി നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിഫ്ളിൽ, അവന്റെ സംരക്ഷണത്തിനായിരിക്കും എന്നുള്ള കാര്യം. ഇമാം ബുഖാരി ഉദ്ധരിച്ച മഹാനായ സഹാബി അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വഹാബത്തും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇദ് അഖ്ബല സലാസതു നഫരിൻ, 3 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നു. അതിൽ 2 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കയറിയിരുന്നു, ഒരാൾ പിന്തിരിഞ്ഞു പോയി. അതിലൊരാൾ സദസ്സിന്റെ ഏറ്റവും മുന്നിൽ ഒരു വിടവ് കണ്ടു, ആ സദസ്സിന്റെ ഏറ്റവും മുന്നിലേക്ക് തന്നെ കയറിയിരുന്നു. മറ്റൊരാൾ എന്ത് ചെയ്തു, കുറച്ച് മടിച്ച് ഇരുന്നു. അങ്ങനെ മടിച്ച് മുന്നോട്ടേക്ക് വരാതെ സദസ്സിന്റെ പിറകിലിരുന്നു. എന്നാൽ 3-മത്തെ അയാൾ തിരിഞ്ഞുപോയി, സദസ്സിലിരിക്കാതെ തിരിഞ്ഞുപോയി. അങ്ങനെ ആ സദസ്സ് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും അനിൻ നഫരി സലാസ, ഈ വന്ന 3 ആളുകളുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അമ്മ അഹദുഹും ഫഅവാ ഇലല്ലാഹി ഫആവാഹു അല്ലാഹ്. 1-മത്തെ ആളുണ്ടല്ലോ, സദസ്സിൽ ഒരു വിടവ് കണ്ടു മുന്നിലേക്ക് കയറിയിരുന്നയാൾ, അയാൾ അല്ലാഹുവിലേക്ക് അഭയം തേടി വന്നു, അല്ലാഹു അവന് അഭയം നൽകിയിരിക്കുന്നു. وأما الآخر فاستحيا فاستحيا الله منه. 2-മത്തെയാൾ അവൻ കുറച്ച് മടിച്ച് ലജ്ജിച്ചു നിന്നു, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടും ലജ്ജ കാണിച്ചു. وأما الآخر, 3-മത്തെയാൾ സദസ്സിൽ ഇരിക്കാതെ തിരിഞ്ഞുപോയയാൾ, فأعرض الله عنه, അവൻ തിരിഞ്ഞുപോയി, അല്ലാഹും അവനിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഈ ഹദീസിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത്തരം ദീനി സദസ്സുകൾ അതിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിലേക്ക് അഭയം തേടി വന്നവരെ പോലെയാണ്. അല്ലാഹുവിന്റെ അഭയം ലഭിക്കും നമുക്ക്. ഇതിൽ നിന്ന് നമ്മൾ വിമുഖത കാണിക്കുന്നിടത്തോളം നമ്മളിൽ ഖൈർ കുറയും. ഇതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു കളഞ്ഞാൽ വലിയ അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ദീൻ പഠിക്കാൻ വേണ്ടി മസ്ജിദിൽ കൂടിയിരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയി അവിടുത്തെ അനന്തരം എടുക്കുന്നത് പോലെയാണ്.
ഇമാം അത്തൊബറാനി അദ്ദേഹം ഉദ്ധരിച്ച ഒരു സംഭവത്തിൽ ഇപ്രകാരം കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനയുടെ ഒരു അങ്ങാടിയിലേക്ക് കടന്നു വന്നു. അങ്ങനെ അങ്ങാടിയിൽ അദ്ദേഹം നിന്ന് ആ അങ്ങാടിക്കാർക്കിടയിൽ വിളിച്ചു പറഞ്ഞു, യാ അഹ്ല സൂഖി മാ അഅ്ജസകും, അല്ലയോ അങ്ങാടിക്കാരെ, കച്ചവടക്കാരെ, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ എത്ര അശക്തരാണ്, എത്ര കഴിവുകെട്ട ആളുകളാണ്. അപ്പോൾ അവർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് അബൂ ഹുറൈറ അങ്ങനെ പറയാനുള്ള കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ذاك ميراث رسول الله صلى الله عليه وسلم يقسم وأنتم ها هنا. അവിടെ പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തര സ്വത്ത് വീതിക്കപ്പെടുന്നുണ്ട്, നിങ്ങളിവിടെ അങ്ങാടിയിൽ കച്ചവടം ചെയ്തിരിക്കുകയാണോ? ആ അങ്ങാടിയിലുള്ള ആളുകൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരം വീതം വെക്കുക എവിടെയാണ്? പള്ളിയിലാണ്. അങ്ങനെ ഒരു പള്ളിയിലേക്ക് പോയി നോക്കി. പള്ളിയിലേക്ക് പോയി നോക്കി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ അങ്ങാടിയിൽ തന്നെ നിന്നു. അവർ പോയി തിരിച്ചു വന്നപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങളൊന്നും കണ്ടില്ലേ പള്ളി? അപ്പൊ അവർ പറഞ്ഞില്ല, ഞങ്ങളൊന്നും കണ്ടില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്പത്തൊന്നും വീതം വെക്കുന്നത് ഞങ്ങൾ കണ്ടില്ല. പിന്നെന്താണ് നിങ്ങൾ കണ്ടത്? അവർ പറഞ്ഞു, റഅയ്നാ ഖൗമൻ യുസല്ലൂന വഖൗമൻ യഖറഊന അൽ ഖുർആൻ വഖൗമൻ യതദാകറൂന അൽ ഹലാല വൽ ഹറാം. നമ്മൾ പള്ളിയിൽ പോയി നോക്കിയപ്പോൾ കുറച്ചാളുകൾ നിസ്കരിക്കുന്നുണ്ട്, കുറച്ചാളുകൾ ഖുർആൻ ഓതുന്നുണ്ട്, ചില ആളുകൾ ഹലാൽ ഹറാമുകളെ കുറിച്ച് ചർച്ച ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം അവരോട് പറഞ്ഞു, വൈഹക്കും, നിങ്ങൾക്ക് നാശം, ഫദാക മീറാസു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നാശം, അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരം. ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക, ആ സദസ്സിൽ സന്നിഹിതരാവുക, ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരമെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത്തരം ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി തന്നെ നമ്മൾ ഈ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് വലിയ സ്വാധീനം, വലിയ റാഹത്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ അനുഭവിക്കും. ഈ ശ്രേഷ്ഠതകളൊന്നും അറിയാതെ ഇതിനെക്കുറിച്ച് അശ്രദ്ധയിലായി വെറുതെ ഇവിടെ വന്നിരുന്ന് നമ്മുടെ സമയം കളഞ്ഞാൽ അതുകൊണ്ട് കാര്യമായ ഫലമുണ്ടാവുകയില്ല. അതുകൊണ്ട് ഇത്തരം ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി ഈ സദസ്സുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മളിവിടെ പഠിക്കാൻ വന്നിരിക്കുകയാണ്, നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളിവിടെ സംസാരിക്കും, പഠിപ്പിക്കും. ആ സന്ദർഭത്തിൽ ഒരു മതവിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട ഒരു അദബാണ് അവർ കേൾക്കുന്ന അറിവുകൾ അത് എഴുതിയെടുക്കുക എന്നുള്ളത്. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, കഴിയുന്ന ആളുകൾ ഇത് എഴുതിയെടുക്കണം. പിന്നീട് നമുക്ക് ഈ മജ്ലിസ് കഴിഞ്ഞാലും ഓർത്തെടുത്ത് മുറാജ ചെയ്ത് പഠിക്കാൻ സാധിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് വലിയ പ്രാധാന്യം നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക, അതുപോലെ തന്നെ നമ്മുടെ നീയത്ത് അത് പുനഃപരിശോധിക്കുകയും നീയത്ത് ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ളതെല്ലാം ഈ സദസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളിൽ പെട്ടതാണ്. ഇത്തരം ചില ആമുഖങ്ങൾ മാത്രമാണ് ഈ സംസാരത്തിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ അടുത്ത ദർസ് തുടങ്ങാനുള്ള സമയം ആയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൽ നിന്ന് ഇതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഫളലുകൾ
നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅ്ലാ വഅഅലം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.